ഹായ് ഓൾ, അസ്സാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വലിയ കഷ്ടപ്പാടുമൊന്നുമില്ലാത്ത സിമ്പിളൊരു ഐറ്റം ബൺദോശ ഉണ്ടാക്കിയെടുത്താലോ. വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. കൂടുതൽ ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല. പുറംഭാഗമൊക്കെ ഇതാ നല്ലതുപോലെ മൊരിഞ്ഞ്, രണ്ട് പുറം നല്ലപോലെ മൊരിഞ്ഞ് തന്നെ കിട്ടും. ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും ഇരിക്കും. കൂടുതൽ സമയമൊന്നും എടുക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐറ്റംസും കൂടിയാണ് കേട്ടോ ഇത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ബൺദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ. അപ്പോൾ ഈ രുചികരമായ ബൺദോശ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കുവാൻ ഞാനിപ്പോൾ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇത് തയ്യാറാക്കുവാനായി ഒരു മിക്സിയുടെ ജാറിലോട്ട് 2 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. 250 ml 2 കപ്പ് റവയാണ് ഞാൻ ചേർക്കുന്നത്. അതിലോട്ട് കൂടുതൽ പുളിയില്ലാത്ത 1 കപ്പ് തൈരും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 250 ml 1 കപ്പ് വെള്ളവും ഇതിലോട്ട് ആവശ്യമായ അല്പം ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇത് മിക്സിയിൽ അരക്കുന്നതിന് മുമ്പ് ഒരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നല്ല ഫൈനായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്ക് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ വേണം നമ്മൾ അരച്ചെടുക്കുവാൻ. നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇത് അരച്ചെടുത്ത മിക്സിയുടെ ജാറിലോട്ട് അല്പം വെള്ളവും ചേർത്തൊന്ന് അടിച്ചെടുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ബാറ്റർ നല്ല പാകത്തിനാക്കി എടുക്കണം. ഇപ്പോൾ ഇതാ നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ചു നേരമൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി അത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് അതിലോട്ട് മറ്റൊരു മിക്സും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലോട്ട് അല്പം കടുക് ചേർത്ത് അത് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ഉഴുന്നാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലോട്ട് കുനുകുന അരിഞ്ഞു വെച്ച സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതാ ഇതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലോട്ട് 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും 2 അല്ലി കറിവേപ്പിൻ്റെയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരൽപ്പം ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടുതൽ അങ്ങ് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അല്പം ചപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ആ മാവിലോട്ട് ഇതങ്ങ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് ചൂടോടുകൂടെ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ മാവ് കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ട്. ഇനി ഒരല്പം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇത് നമ്മൾ റവ ചേർത്ത് ഉണ്ടാക്കിയ മാവാണല്ലോ.
അപ്പോൾ ഇത് ഇരിക്കുമ്പോൾ കുറച്ച് കട്ടിയായി പോകും. അതുകൊണ്ടാണ് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് തയ്യാറാക്കുന്നത് ഇപ്പോൾ ഇതാ ഞാൻ ഈ ബൺദോശ തയ്യാറാക്കുവാനായി കടുക് താളിക്കുന്ന പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലോട്ട് മാവ് 2 തവിയാണ് ഞാൻ കോരി ഒഴിക്കുന്നത്. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഒരിക്കലും വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുവാൻ. ഇനി നമുക്കിതൊന്ന് മൂടിക്കൊടുക്കാം. ഇനി ഒരു അല്പസമയം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടിവശമൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ അടിഭാഗമൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതാ 2 പുറം ഒരുപോലെ ആയി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഇത് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇതാ ഇപ്പോൾ നല്ലതുപോലെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അല്പം ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ ഇതുപോലെ വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഇനി അടുത്തത് ഉണ്ടാക്കുന്ന സമയത്തും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലോ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതുപോലെ തന്നെ 2 തവി ഒഴിച്ചു കൊടുത്ത് എല്ലാതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ ഇതും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മുകൾ ഭാഗവും അടിഭാഗവും നല്ലതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് അകംഭാഗം നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെ. ഇപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ എല്ലാതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതാ 2 ഭാഗവും നല്ല മുരിഞ്ഞ് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടുക. ഇതുപോലെ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. ഞാൻ മാവെടുത്തിട്ടുള്ളത് 250 ml 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 കപ്പാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ ആ കപ്പിൻ്റെ 1/2 കപ്പിനാണ് തൈരും ചേർത്ത് കൊടുക്കേണ്ടത്, വെള്ളവും. ഇത് നമ്മൾ എത്രയാണോ കൂട്ടിയെടുക്കുന്നത് അതിനനുസരിച്ച് വേണം തൈരും വെള്ളവും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടി കൊടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ 2 കപ്പ് എടുത്തത് കൊണ്ടാണ് 1 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് തയ്യാറാക്കി എടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബൺദോശ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പികൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാൻ മറക്കല്ലേ.